على علمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد ذكره روح لأنفسنا محمد شكره فرض على الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ അല്ലാഹുവിന്റെ പള്ളിയിൽ നാം ഒരുമിച്ച് കൂടിയ മജ്ലിസ് നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സദസ്സുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വേദിയിലേക്ക് എന്തെല്ലാം ഉദ്ദേശങ്ങൾ കരുതി ആരൊക്കെ വന്നിട്ടുണ്ടോ എല്ലാവരുടെയും ഖൈറായ മുറാദുകളെ അല്ലാഹു തആല സാധിപ്പിച്ചു തരുമാറാകട്ടെ. നാളെ മഹാന്മാരോടൊന്നിച്ച് കുടുംബസമേതം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ ഈ സംഗമം അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. എല്ലാ മാസവും ധാരാളം മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടി അല്ലാഹുവിന്റെ ദീന് പറഞ്ഞ് മഹാന്മാരെ മദ്ഹ് ചെയ്ത് പ്രാർത്ഥന നടത്തുന്ന ഒരു സദസ്സ് അൽഹംദുലില്ലാഹ് ഈ മഹല്ലത്ത് ഇതുകൊണ്ട് തന്നെ വളരെയേറെ ധന്യമായ ഒരു മഹല്ലായി മാറിയിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ഈ നന്മ ഇവിടെ നിലനിർത്തി തരുമാറാകട്ടെ. പരിശുദ്ധ റമളാനാണ് നമ്മളെ തൊട്ടു മുന്നിൽ വന്നു നിൽക്കുന്നത്. ഇന്ന് വർഷക്കാലത്തിന്റെ സാധാരണഗതിയിലുള്ള തുടക്കം കുറിക്കേണ്ട ദിവസമായതുകൊണ്ട് അല്ലാഹു അവന്റെ അനുഗ്രഹം വാരിക്കോരി തരുന്ന ഒരു സന്ദർഭമാണ്. ഇതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൊട വാങ്ങിയവരും വാങ്ങാത്തവരൊക്കെ ഉണ്ടാവും. പെട്ടെന്നുള്ള മഴ തുടങ്ങുമ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടേ തുടങ്ങുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകന്മാർ പറയുന്നത്. ഇപ്പം പെയ്ത് മഴയില്ല എന്നാണ് അവരെ കണക്ക്. ഏതായിരുന്നാലും മഴ പെയ്തു. അതുകൊണ്ട് സാധാരണ എത്തിപ്പെടുന്ന ആളുകൾ എത്താൻ വൈകിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു സത്യമാണെങ്കിലും നമ്മളെ മജ്ലിസിന്റെ മഹത്വവും നമ്മളെ സദസ്സിന്റെ ബറക്കത്തൊന്നും അതുകൊണ്ട് കുറയുകയല്ല. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ ചുരുങ്ങിയ സമയം മാത്രം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടതും വരാനിരിക്കുന്ന റമളാനു ശരീഫിനെ നമ്മൾ എങ്ങനെ സ്വാഗതം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, റമളാൻ കഴിഞ്ഞ് ശവ്വാൽ പിറന്നാൽ അന്ന് മുതൽക്ക് സ്വർഗത്തെ അല്ലാഹു അലങ്കരിക്കാൻ തുടങ്ങുകയാണ്. എന്തിനു വേണ്ടി? അടുത്ത റമളാനെ വരവേൽക്കാൻ. റമളാൻ കഴിഞ്ഞ് ശവ്വാൽ മുതൽ പിന്നെ 11 മാസക്കാലം സ്വർഗത്തിന്റെ മോടി കൂട്ടുന്ന പണിയിലാണ്. പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ ഇത്ര നേരത്തെയാണ് അല്ലാഹു ഒരുക്കങ്ങൾ നടത്തുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിലോ ഇത് നമ്മളെ ഉണർത്തുകയും റജബ് മാസമായാൽ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് തരണം. റമളാൻ വരുന്നതിന് മുമ്പ് നീ ഞങ്ങളെ തിരിച്ചു വിളിക്കരുത്. ഈ റമളാനിനെ വരവേൽക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം എന്ന് റമളാൻ വരുന്നതിന്റെ 2 മാസം മുമ്പ് റമളാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് മുത്തുനബി പ്രാർത്ഥന ആരംഭിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു, ഈമാനിന്റെ വലിയൊരടയാളമാണ് അള്ളാഹു ആദരിച്ച ഒരു മാസം വരുമ്പോൾ അതിങ് എത്തിക്കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുക. ഒരാൾ കാപഢ്യമുള്ളവനാണോ,
നിഷ്കളങ്കമായ ഈമാനുള്ളവനാണോ എന്ന് മാറ്റുരച്ചു നോക്കാനുള്ള ഒരു അടയാളവും കൂടിയാണിത്. റമളാൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിഷമം തോന്നുന്നുണ്ടോ മനസ്സിൽ? ഇനിയിപ്പം പട്ടിണിയുടെ മാസം വരികയാണ്, കുറച്ച് പ്രയാസമാണ്, എങ്ങനെയപ്പം ഇനി എന്നൊക്കെ ആലോചിക്കുന്ന വേദനയുടെ ഒരു മനസ്സാണ് റമളാന്റെ വാസന വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അത് കാപഢ്യത്തിന്റെ ലക്ഷണമാണ്. അതേ സമയത്ത് ഇങ്ങ് വന്നു കിട്ടട്ടെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ റമളാനിനെ ഇങ്ങ് എത്തിച്ചു തരൂ അല്ലാ എന്ന് പറഞ്ഞ് ആഗ്രഹത്തോടെ വരവേൽക്കാൻ നിൽക്കുന്നവന്റെ മനസ്സിൽ ഈമാനുണ്ടെന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് അവശേഷിക്കുന്ന റമളാനിന്റെ മുമ്പുള്ള സമയത്ത് ഈ പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. എന്നാൽ നമുക്ക് ആ റമളാനിനെ ആരോഗ്യത്തോടെ ഈമാനോടെ നല്ല താല്പര്യത്തോടെ വരവേൽക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു തരും. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ആ റമളാനു ശരീഫിനെ നമ്മൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നതിന്റെ ഭാഗമായി മുത്തുനബി പറഞ്ഞു, ശഅബാൻ 15 കഴിഞ്ഞാൽ സാധാരണ വ്യാഴാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും ഒക്കെ നോമ്പെടുത്ത് ശീലമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആ ദിവസങ്ങളിൽ ശഅബാൻ 15ന്റെ ശേഷം നോമ്പ് നോൽക്കാം. ഇതേപോലെ കഴിഞ്ഞ റമളാനിലോ അതിനു മുമ്പ് വല്ലപ്പോഴും ഫർളായ നോമ്പ് ഖളാ ഉള്ളവരുണ്ടെങ്കിൽ അവർ നിർബന്ധമായും ആ നോമ്പിനെ നോൽക്കണം. ശക്കിന്റെ ദിവസം വരെ അവർക്ക് കഴിഞ്ഞ മാസത്തെ നോമ്പുണ്ടെങ്കിൽ അത് നോൽക്കാം. എന്നാൽ ഈ പതിവില്ലാത്ത ആളുകൾ റമളാനിന് വേണ്ടി ശാരീരികമായി ഒരുങ്ങുന്നതിന്റെ ഭാഗമായി ശഅബാൻ 15ന്റെ ശേഷം അവര് സുന്നത്ത് നോമ്പ് എടുക്കാൻ പാടില്ല. എന്തിനാ? റമളാനിന് നമ്മൾ ക്ഷീണമൊന്നും ഉണ്ടാകണ്ട. പതിവുള്ള ആളുകൾക്ക് ക്ഷീണം ഉണ്ടാവില്ല. അല്ലാത്തവൻ അതിന്റെ മുമ്പ് 2 നോമ്പെടുത്തിട്ട് ക്ഷീണിക്കരുത്. അവര് റമളാനിന് വേണ്ടി എല്ലാ നിലക്കും മാനസികമായും ശാരീരികമായും ഒരുങ്ങണം എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന റമളാനിനെ മാനസികമായി സന്തോഷത്തോടെ വരവേൽക്കാനുള്ള ഒരു ഒരുക്കം നമ്മൾ നടത്തണം. കാരണം എന്താണ്? മനുഷ്യൻ എന്ന് പറയുന്നത് വിജയം ആഗ്രഹിക്കുന്ന ജീവിയാണ്. തോൽവി ഒരു മനുഷ്യനും ഇഷ്ടപ്പെടുന്നില്ല. ഇത് വോട്ടിനിടേണ്ട ആവശ്യമല്ല, അവനവന്റെ മനസ്സിനോട് ചോദിച്ചാൽ മതി. വിജയമാണോ നമുക്ക് താല്പര്യം, പരാജയമാണോ? എല്ലാവരും പറയും ജയിക്കല്ലാതെ തോൽവി ആർക്കും ഇഷ്ടമല്ല. പരീക്ഷകളിൽ ഏതെങ്കിലും കുട്ടികൾ തോറ്റാൽ മൈക്കെട്ടി പറയോ, നാട്ടുകാരെ ഞാൻ തോറ്റിരിക്കുന്നു? ഇല്ല, ഞാൻ തോറ്റ വിവരം ആരോടും പറയില്ല. പിന്നെ ട്യൂട്ടോറിയൽ കൈക്കും പോവാ, എന്നാലും പറയും അത് കോളേജിൽ പോവാണെന്നാ പറയാ. കാരണം തോൽവി സമ്മതിക്കാൻ ആരും റെഡിയല്ല. 2 കുട്ടികൾ തമ്മിൽ അടികൂടി, ഒരുത്തന് പള്ളർച്ചും കിട്ടിയിട്ടുണ്ട്, ആരോ പിടിച്ച് രക്ഷപ്പെടുത്തിയതാ. എന്നാലോ രക്ഷപ്പെട്ടവൻ പറയും നിങ്ങൾ ആരും കാണാതെ അവന്റെ പള്ളക്ക് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റിട്ടില്ല. തോൽവി ആരും സംഭവിക്കില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരും ജയിക്കോ? ഇല്ല. പക്ഷേ തോറ്റോലാരും തോറ്റു എന്ന് പറയില്ല. പല കണക്കും അവതരിപ്പിച്ചിട്ട് ഇല്ല ഞാൻ ഇപ്പോഴും മേലെ തന്നെയാണ് എന്നാണ് പറയാ. തോൽവി മനുഷ്യരാരും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും വിജയിക്കണം. എന്താണ് യഥാർത്ഥ വിജയം? യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലിക്കൽ ഫൗസുൽ കബീർ. വിശ്വാസം ക്ലിയറാക്കി പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അവർ സ്വർഗം നേടിയെടുത്താൽ ദാലിക ഹുവൽ ഫൗസുൽ അളീം. അതാണ്, അതുമാത്രമാണ് സമുന്നത വിജയം എന്ന് പറയുന്നത്. അതിന്റെ ഇപ്പുറത്തുള്ള ഒരു വിജയവും വിജയമല്ല. അത് താൽക്കാലികമാണ്, നൈമിഷികമാണ്, എണ്ണപ്പെട്ട ദിവസങ്ങൾക്ക് മാത്രമാണ്. അറ്റമില്ലാത്ത അനന്തമായ എന്നെന്നും നിലനിൽക്കുന്ന വിജയം സ്വർഗത്തിലേക്ക് പാദം എത്തിക്കഴിഞ്ഞാലുള്ള വിജയമാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അതിനെന്തു വേണം? ആർക്കാണ് അല്ലാഹു സ്വർഗം തരിക? ഖദ് അഫ്ലഹ മൻ സക്കാഹ
വഖദ് ഖാബ മൻ ദസ്സാഹാ. ആത്മസംസ്കരണം നേടിയവനാണ് വിജയിച്ചവൻ. ആത്മാവിനെ ചേറുപുരട്ടിയവൻ, കളങ്കപ്പെടുത്തിയവനാണ് പരാജയപ്പെട്ടവൻ. അതുകൊണ്ട് സ്വർഗം എന്ന് പറയുന്ന സമുന്നത വിജയം ഇത് നേടിയെടുത്ത് ഏറ്റവും ഉന്നത വിജയം കരസ്ഥമാക്കാൻ നാം സംസ്കരിക്കപ്പെട്ടവരാകണം. സംസ്കരിക്കപ്പെട്ടവനല്ലാതെ പരലോകത്ത് അല്ലാഹ് സ്വർഗം കൊടുക്കൂല. ലാ യൻഫഉ മാലുൻ വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നിങ്ങൾ ഇവിടെ സമ്പാദിച്ചു കൂട്ടിയ വിഭവങ്ങളോ നിങ്ങളുടെ അനുയായികളോ സന്താനങ്ങളോ ഇതൊന്നും പരലോകത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുഫിരിയത്തിന്റെ കറപുരളാത്ത, കാപഢ്യത്തിന്റെയും ബിദ്അത്തിന്റെയും ഒരു ലാഞ്ചന പോലുമില്ലാത്ത ശുദ്ധമായ സംസ്കരിക്കപ്പെട്ട ഹൃദയവുമായി വരുന്നവർക്കല്ലാതെ. അപ്പൊ പരലോകത്ത് സ്വർഗം കിട്ടി വിജയിക്കണമെങ്കിൽ നാം സംസ്കൃതരാവണം, നമ്മൾ കളങ്കമില്ലാത്തവരാവണം. ശുദ്ധമായ ഈമാനും തിന്മയേക്കാൾ മറികടന്ന പുണ്യകർമ്മങ്ങളും ഉണ്ടായിരിക്കണം. ഇത് നേടിയെടുത്ത് എല്ലാവരും സ്വർഗത്തിലെത്തട്ടെ എന്നതാണ് അള്ളാഹുവിന്റെയും അവന്റെ ഹബീബിന്റെയും താല്പര്യം. പക്ഷേ അള്ളാഹു നീതിമാനാണ്, മനുഷ്യരെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചവനാണ് എന്നതുകൊണ്ട് മനുഷ്യരെ മുന്നിലേക്ക് സ്വർഗം വാങ്ങാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ലക്ഷത്തിൽ പരം അമ്പിയാക്കളെ അയച്ച് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹു തആല പ്രചോദനം നൽകി, നിങ്ങൾക്ക് ഇന്ന വഴിക്ക് നീങ്ങിയാൽ നിങ്ങൾ സംസ്കരിക്കപ്പെട്ടവരാകും, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. നിങ്ങൾ അബദ്ധസഞ്ചാരം നടത്തിയാൽ നിങ്ങളെ ഹൃദയം മാലിന്യങ്ങളുടെ കേന്ദ്രമായി മാറും, നിങ്ങൾ വഴിതെറ്റി നരകത്തിൽ ചെന്ന് ചാടും. ഇത് കൃത്യമായി അള്ളാഹു വിവരിച്ചു തന്നു. ആ വിവരിച്ചു തന്ന റബ്ബ് നമ്മളെ സംസ്കരിച്ച് ശുദ്ധീകരിക്കാൻ രണ്ട് രീതിയിലുള്ള പദ്ധതി ഏർപ്പാട് ചെയ്തു. ഒന്നേതാ, നമ്മളെ വാഹനം എല്ലാവർക്കും ഇപ്പൊ പരിചയമുള്ളതാണല്ലോ. വാഹനമുള്ള ആളുകൾക്കറിയാം, പരിചയമുള്ള ആളുകൾക്കും അറിയാം, എല്ലാ ദിവസവും നമ്മൾ വാഹനം വൃത്തിയാക്കണം. അതിന്റെ പുറംഭാഗം വെള്ളമൊഴിച്ച് കഴുകും, ഉള്ളിലുള്ള പൊടിയും മറ്റുമൊക്കെ നമ്മൾ തട്ടി അതിനെ വൃത്തിയാക്കും, ആവശ്യത്തിന് ഇന്ധനമടിക്കും, മറ്റ് അത്യാവശ്യം ടയർ നന്നാക്കും, അതിന്റെ അലൈൻമെന്റ് നേരെയാക്കും. ഇതൊക്കെ ചെയ്തുകൊണ്ട് ദൈനംദിന ഒരു സംസ്കരണ പണി എല്ലാ വാഹനത്തിനും എടുക്കണം. എന്നാൽ ഒരു നിശ്ചിത കിലോമീറ്റർ ഒരു വണ്ടി ഓടിത്തീർന്നാലോ ഇനി അങ്ങനെയുള്ള ചെറിയ പരിചരണം പോരാ, അതിനെ സർവീസിന് കയറ്റണം. അങ്ങനെ കയറ്റി അതിന്റെ ഉള്ളും പുറമൊക്കെ ചെക്ക് ചെയ്ത് അതിന്റെ എഞ്ചിൻ പരിശോധിച്ച് ഓയിൽ തീർന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി, ഇങ്ങനെയുള്ള എല്ലാ പരിശോധനയും നടത്തിയ ഒരു വർക്ക് ചെയ്ത് അധികൃതരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയെങ്കിലേ വാഹനം ഓട്ടിക്കൊണ്ടുപോകാൻ അവരനുവദിക്കൂ. ഇതുപോലെ മനുഷ്യനാകുന്ന വാഹനത്തെ ശുദ്ധീകരിക്കാൻ രണ്ട് തരത്തിലുള്ള പദ്ധതി അല്ലാഹു തയ്യാറാക്കി. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ആത്മീയമായും ഭൗതികമായും ശുദ്ധി നേടിയവരെ മാത്രമാണ്. അതിനുവേണ്ടി അല്ലാഹു തയ്യാറാക്കിയത് ഒന്ന്, വാഹനം എന്നും കഴുകി വൃത്തിയാക്കി പൊടി തട്ടുന്നത് പോലെ എല്ലാ ദിവസവും 5 നേരം വുളൂ ചെയ്ത്, കുളി നിർബന്ധമാണെങ്കിൽ ഒന്ന് കുളിച്ച് 5 വക്ത് ഫർളായ നിസ്കാരം നിർവഹിച്ച് കുറച്ച് ദിക്റും ഔറാദും ഒക്കെ ചൊല്ലി ദിവസവും ഒരു ശുദ്ധീകരണം എല്ലാ മനുഷ്യനും നടത്തണം. എന്നാൽ ഒരു 11 മാസം നമ്മൾ അങ്ങോട്ട് ഓടിയാലോ പിന്നെ ഒരു സർവീസിന് കയറ്റണം. 12ാമത്തെ മാസം, അതാണ് റമളാനു ശരീഫ് എന്ന് പറയുന്ന മാസം കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത്. ആ ഒരു മാസം, അതിനു മുമ്പുള്ള 11 മാസം നമ്മൾ ശുദ്ധീകരണ പ്രവർത്തനം നടത്തിയതുപോലെ നടത്തിയാൽ പോരാ. അന്ന് ഒരു മാസം പൂർണ്ണമായും അതിനുവേണ്ടി മാറ്റിവെക്കണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും
അല്ലാഹു റസൂലും നമുക്ക് ഒരുക്കി തന്നു. ആ മാസത്തിൽ നമ്മളെ ശുദ്ധീകരിച്ച് സ്വർഗത്തിന് പാകപ്പെടുത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു തന്നിരിക്കുകയാണ്. മുത്തനബി പറയുന്നു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, പരിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ രാത്രിയായി കഴിഞ്ഞാൽ ആദ്യം തന്നെ അല്ലാഹു ചെയ്യുന്നത് എന്താണ്? ഉല്ലിഖത്ത് അബ്വാബുൻ നിറാൻ, നരകത്തിന്റെ എല്ലാ കവാടങ്ങൾക്കും താഴിട്ട് പൂട്ട് ഇടുകയാണ്. എന്താണ് ഇതിന്റെ സൂചന? ഇതൊരാളും നരകത്തിൽ പോകേണ്ട മാസമല്ല. അതുകൊണ്ട് നരകത്തിലേക്ക് ആളെ കൊണ്ടുപോകേണ്ട സമയമല്ലാത്തതിനാൽ ആ സൂചന തന്നുകൊണ്ട് നരകത്തിന്റെ വാതിലുകൾക്ക് പൂട്ടിടുന്നു. വഫുതിഹത്ത് അബ്വാബുൽ ജിനാൻ, സ്വർഗത്തിന്റെ മുഴുവൻ വാതിലുകളും മലർക്ക തുറന്നു വെച്ചുകൊണ്ട് ഇത് സ്വർഗത്തിലേക്ക് വരേണ്ട മാസമാണ് എന്ന കൃത്യമായ സന്ദേശം അല്ലാഹു തരുന്നു. മൂന്നാമതായി വസുഫിദത്തിശ് ശയാത്തീനു വമറദത്തുൽ ജിന്നി, എല്ലാ പിശാചുക്കളെയും ജിന്നുകളെ കൂട്ടത്തു നിന്നുള്ള എല്ലാ പോക്കിരിമാരെയും അല്ലാഹു തആല പിടിച്ച് ചങ്ങലക്കിടുകയാണ്. എലക്ഷൻ വരുമ്പം അതുപോലുള്ള പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പം ഭരണാധികാരികളുണ്ട്, അറിയപ്പെട്ട ഗുണ്ടകളെ അവരൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യും. കാരണം അവിടെയും ഇവിടെയൊക്കെ കലാപം ഉണ്ടാക്കാനും സംഘർഷം ഉണ്ടാക്കാനും ഒക്കെ ഇവരെ സാമൂഹ്യ വിരുദ്ധരെ ചിലർ ഉപയോഗപ്പെടുത്തും. ഇത് മുൻകൂട്ടി കണ്ടിട്ട് അത്തരക്കാരെ അറസ്റ്റ് ചെയ്യാറുള്ളത് പോലെ പരിശുദ്ധ റമളാനിൽ നന്നാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇത്തരം പിശാചുക്കളെയും ഭീകരന്മാരെയൊക്കെ അല്ലാഹു തആല ചങ്ങലയിൽ ബന്ധിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നന്മയിലേക്ക് വരാൻ അല്ലാഹു അതാ ആത്മീയമായ ഒരു അനൗൺസ്മെന്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. മാലാകമാരാണ് വിളിച്ചു പറയുന്നത്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, ഓ നന്മയാഗ്രഹിക്കുന്ന മനുഷ്യ മുന്നോട്ട് വരിക. വയാ ബാഗിയശ് ശർരി അഖ്സിർ, തിന്മയുടെ ഉപാസകരെ നിങ്ങളൊന്ന് അവസാനിപ്പിക്കുക. അനാവശ്യങ്ങളിലായി അശ്ലീലങ്ങളിലായി മദ്യപാന്യവും തോന്നിവാസവുമായി നടക്കുന്നവരൊക്കെ അതൊക്കെ ഒന്ന് മതിയാക്കുക. നന്മയാഗ്രഹിക്കുന്ന ആളുകളൊക്കെ അരയും തലയും മുറിക്ക് മുന്നോട്ട് വരിക എന്ന് ആത്മീയ ലോകത്തുകൂടെ മാലാകമാരെ അനൗൺസ് നടക്കുകയാണ്. റമളാനു ശരീഫിന്റെ പൊന്നമ്പിളി വാനിൽ പ്രകടമാകുന്നതോടുകൂടി അങ്ങനെ നന്നാവാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ അർത്ഥത്തിലും അല്ലാഹു അനുകൂല സാഹചര്യം ഒരുക്കി. അങ്ങനെ റമളാൻ എന്ന ഒരു മാസം പൂർണ്ണമായും ഒരു പരിശീലന കളരിയാണ്. ആ പരിശീലന കളരിയിലൂടെ ഒരു മനുഷ്യൻ നന്നായി തീരാൻ എന്ത് ചെയ്യണം, അത് കൃത്യമായി അല്ലാഹു തആല നമ്മളെ പരിശീലിപ്പിക്കുകയാണ്. മാറണം, നമ്മൾ പുതിയൊരു മനുഷ്യനാവണം. നമ്മൾ ഒരുപാട് തിന്മയുടെ പിന്നാലെ പോയി. ഇനി എത്ര ആയുസ് ജീവിതത്തിൽ നമുക്ക് ബാക്കിയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാഹു ദീർഘായുസ് തരട്ടെ. സഹോദരങ്ങളെ, ഏത് നിമിഷവും നമ്മളെ മാടി വിളിച്ചേക്കാം. വമൻ നസലത് ബിസാഹത്തിഹിൽ മനായാ വലാ അർളുൻ തഖീഹി വലാ സമാഉ, ഒരു മനുഷ്യന്റെ വീട്ടുമുറ്റത്തേക്ക് മരണദൂതൻ കയറി വന്നാൽ ഒരു ഡോക്ടർക്കും ഒരു നഴ്സിനും ആകാശത്തും ഭൂമിയിലുമുള്ള ഒരു സൃഷ്ടിക്കും ആ മരണദൂതന്റെ പിടിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല. അതെപ്പോഴാണ് വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി നാളെ അല്ലെങ്കിൽ 40 കഴിയട്ടെ 60 കഴിയട്ടെ എന്നിട്ട് നന്നാവാം എന്ന് കരുതി കാത്തു നിൽക്കണ്ട. ഇനിയൊരു റമളാൻ അല്ലാഹു തരുമെന്നൊരുറപ്പുമില്ല. അല്ലാഹു നമുക്ക് ദീർഘായുസ് തരട്ടെ. ഈ വരാൻ പോകുന്ന റമളാനിൽ ഞാൻ ഈ സംസ്കരണ കളരിയിൽ ആദ്യാന്തം പങ്കാളിയാകുകയാണ് എന്ന മാനസികമായ ഒരു ഒരുക്കമാണ് ആദ്യം നമുക്കുണ്ടാകേണ്ടത്. കാരണം എന്താ? മാറ്റം ഉണ്ടാകേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. മനസ്സ് വിചാരിച്ചാൽ ഒരു മനുഷ്യനിൽ എന്തും മാറ്റിയെടുക്കാൻ പറ്റും. മനസ്സ് വിചാരിക്കുന്നില്ലേ, ആ മാറ്റം ഒരിക്കലും നിലനിൽക്കൂല. അത് ആൾക്കാരെ കാണുമ്പോഴുള്ള ചെറിയൊരു മാറ്റം.
നമ്മളെ ഹൃദയത്തിൽ നിന്ന് മാറ്റത്തിന് തുടക്കം കുറിച്ചാൽ നമ്മളെ പിന്നെ ആർക്കും വഴി പേർപ്പിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഹൃദയമാകുന്ന രാജാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. നമ്മളെ ശരീരത്തിന്റെ ഇച്ഛകളെ ഈ ഹൃദയത്തിന് നിയന്ത്രിക്കാനാകണം. അങ്ങനെയുള്ള ഒരു പരിശീലനമാണ് മനുഷ്യന് ലഭിക്കേണ്ടത്. റമളാനിലെ നോമ്പും അതാണ് തരുന്നത്. മനോഭാവമാണ് മനുഷ്യന്റെ സ്വഭാവം രൂപീകരിക്കുന്നത്. നമ്മളെ മനസ്സിന്റെ ഭാവം എന്താണോ അതിനനുസരിച്ചാണ് നമ്മളെ പെരുമാറ്റം ഉണ്ടാകുക. നമ്മളെ മനസ്സിൽ ഒരാളോട് വെറുപ്പുണ്ട് എന്ന് കരുതുക. എന്നാൽ എന്താ സംഭവിക്കുക? ആ ആളെ മുന്നിലെത്തിയാൽ മനസ്സിൽ വെറുപ്പുള്ളത് കൊണ്ട് നമ്മളെ സ്വഭാവത്തിൽ അത് കാണും. ആദ്യം എവിടെ കാണുക? മോന്തമ്മ തന്നെയാണ്. ഈ വെറുപ്പുള്ള ആളെ കാണുമ്പോൾ നമ്മളെ മോറിങ്ങോട്ട് കറങ്ങും അല്ലേ? പിന്നെ കണ്ണിലിങ്ങനെ ചോര വരും. ചില ആൾക്കാർ അയിമലാട്ട് ഒതുക്കും, ചിലർക്ക് അയിമലും ഒതുങ്ങൂല, പിന്നെ കൈ ഇങ്ങോട്ട് പൊന്തും, ചിലപ്പോ എന്തെങ്കിലും ചെയ്യും. നമ്മളൊരു രൂപരേഖ തയ്യാറാക്കണം. അതിനാ നമ്മൾ പറയുന്നത് ഒരു 3 ഖത്തം നമുക്ക് ഖുർആൻ തീർക്കണം. അതിലേറെ തീർക്കുന്ന എത്രയോ മുഅ്മിനീങ്ങൾ നമ്മുടെ സദസ്സിലുണ്ടാവും. അവരെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖിനെ ഏറ്റിത്തരട്ടെ. അള്ളാന്റെ ഹബീബ് ഈ മാസത്തിൽ നമ്മളോട് ചെയ്യാൻ പഠിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കർമ്മമുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ ഫത്തറ ഫീഹി സ്വാഇമാ കാന മഗ്ഫിറത്തൻ ലിദുനൂബി വഇത്ഖ റഖബത്തിഹി മിനന്നാർ വകാന ലഹു അജ്റുഹു മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഅ. പരിശുദ്ധ റമളാനിൽ ഒരു നോമ്പുകാരനെ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ അതിന് 3 കൂലിയാ. ഒന്നാമത്തെ കൂലി എന്താ? കാന മഗ്ഫിറത്തൻ ലിദുനൂബി, അവൻ ചെയ്തു പോയ ദോഷങ്ങളൊക്കെ പൊറുക്കാൻ അത് കാരണം നോമ്പ് ഉറപ്പിച്ചാൽ. രണ്ടാമത്തത് വഇത്ഖ റഖബത്തിഹി മിനന്നാർ, നരക വിമോചനം. മൂന്നാമത്തെ നേട്ടം, എത്ര പേർ നമ്മളെ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറന്നിട്ടുണ്ടോ അത്രയും ആളുകളുടെ നോമ്പിന്റെ കൂലി നോമ്പ് തുറപ്പിച്ചവനല്ല കൊടുക്കും. അവരെ കൂലി ഒട്ടും കുറക്കാതെ തന്നെ. ഒരാളെ നോമ്പ് തുറക്കാൻ പോകേണ്ടി നമ്മൾ കൂലി കുറയോ? ഇല്ല, നമ്മളിത് കുറക്കാതെ തുറപ്പിച്ചോന് അവന്റെ കൂലി കൊടുക്കും. ഒരു 100 ആളെ ഈ റമളാനിൽ നോമ്പ് ഉറപ്പിച്ചാൽ നമ്മൾ നോറ്റ 30 നോമ്പിന്റെ പുറമെ 100 നോമ്പിന്റെ കൂലി. ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കിയിട്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 100 ആള് നോമ്പുറപ്പിക്കേ ആവൂല എന്ന് നമ്മൾ പേടിക്കണ്ട. ഒറ്റ ദിവസത്തെ തുറ സങ്കല്പിക്കല്ല. 30 ദിവസമാണ് നോമ്പ്. ആ 30 ദിവസത്തിന്റെ ഉള്ളിൽ 100 പേരെ നോമ്പ് തുറപ്പിക്കുക എന്നത് ലക്ഷ്യം വെച്ചാൽ നിഷ്പ്രയാസം നമുക്ക് നടത്താൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ പുരയിൽ ഭക്ഷണം ഉണ്ടാക്കൂലേ നോമ്പിന്? ഒരു 2 ആളെ ഞമ്മക്കുണ്ടാക്കിയ ഭക്ഷണത്തിലേക്ക് എന്നെ ക്ഷണിച്ചാല് വല്ല കുറവും വരുമോ? നമ്മളും കുട്ടികളും തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതിലേക്ക് തന്നെ ഒരു 2 ആളെ വിളിച്ചാൽ 30 2 ആളെ വിളിച്ചാൽ എത്രയായി? 60 ആയില്ലേ? ഇനി നമ്മളെ കുട്ടികളുണ്ട്. 5ാം ക്ലാസ് പഠിക്കുന്ന മദ്രസ പോണ ഒരുത്തൻ, ഓന് 10 വയസ്സാ. 10 വയസ്സായ കുട്ടികളൊക്കെ അപ്പൊ സുഖസുന്ദരായിട്ട് നോമ്പോൽക്കുക. 7 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ നോമ്പോൽക്കാൻ തുടങ്ങും. പണ്ടത്തെ മാതിരില്ല. പണ്ടൊക്കെ നമ്മളൊക്കെ കുട്ടികളായ കാലത്ത് ഹോട്ടൽ തുറക്കൂലെങ്കിലും മറിച്ചിട്ട് ഹോട്ടൽ എടുപ്പിറക്കല റമദാനായിട്ടാവുമ്പോ. എന്നിട്ട് മുണ്ട് മോത്തിട്ടിട്ട് ഇങ്ങനെ നൂണ്ടാട് കയറുക. ഇറങ്ങുമ്പോ കണ്ണിമ്പി ഇങ്ങോട്ട് ഇറങ്ങുക. ഓലെ വിചാരം എന്താ? കണ്ണിമ്പിയ വേറെ ആരും കാണൂല എന്ന് അന്നത്തെ. ഇപ്പം ന്യൂ ജനറേഷൻ ഒക്കെ തിരുത്തിയല്ലോ. കുട്ടികളൊക്കെ നോമ്പെടുക്കുകയാണ്. അതുകൊണ്ട് ആ കുട്ടിന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഓന്റെ ക്ലാസ്സിൽ മദ്രസയിലെ 5ാം ക്ലാസ്സിലെ 10 ആൺകുട്ടികൾ ഓന്റെ ചങ്ങായിമാരാ. ഒരു ദിവസം മോനോട് പറയും, മോൻ എൻ്റെ ആ 10 കൂട്ടുകാരെ വിളിച്ചോ. ആ കുട്ടികളെ സൗഹൃദവും സ്നേഹബന്ധവും നിലക്കൂലെ. കുട്ടിക്ക് നോമ്പ് ഉറപ്പിച്ചാൽ വലിയ കൂലിയുണ്ട്. നോമ്പിന് തുറക്കാൻ കുട്ടികളെ വിളിച്ചാൽ ഉച്ചയാകുമ്പോൾ തന്നെ നമ്മളെ വീടിന്റെ പരിസരത്ത് പോലും ഇങ്ങനെ ഉണ്ടാവും. ഒരു വലിയ സന്തോഷ. അപ്പൊ എന്താന്ന് ഇവിടെ കാണുന്നത്? അന്ന് നോമ്പർ ആചാര പോരേലാ. ഓൻ എന്തൊരു സന്തോഷമായിരിക്കും എന്ന് പറയും. ഇനി ഒരു ദിവസം ബാപ്പന്റെ ചങ്ങായിമാരൊക്കെ ഒരു ദിവസം വിളിക്കുക. ഇതേപോലെ ഒരു 2 3 പുതിയാപ്പിളാര് വരാനില്ലാത്ത വല്ല വീടുണ്ട് നമ്മളൊക്കെ നാട്ടിൽ. അവര് വരുന്നൊരു 10 ആളെ എക്സ്ട്രാ വിളിക്കുക. ഇങ്ങനെ നമ്മൾ ഒരു ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. ലക്ഷ്യമൊന്നും വെച്ചിട്ടില്ലെങ്കിലോ റമളാൻ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങള് നമ്മളൊരു 3 കിലോ കൂടിയിട്ടുണ്ടാവും. വേറെ ഒന്നും ഉണ്ടാവില്ല. അമലൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ തിന്ന് നോമ്പുറക്കാൻ നമ്മൾ കുറെ പോയി നമ്മളാരും തുറപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പം പ്ലാൻ ചെയ്യുക. അതിനനുസരിച്ച് അരിയും പൊടിയും മല്ലിയും മുളകൊക്കെ ഇപ്പൊ റെഡിയാക്കി വെക്കുക. ഈ റമളാൻ എനിക്കൊരു 100 ആളെ നോമ്പ് ഉറപ്പിക്കണം. ഇനി നിങ്ങൾക്ക് കഴിയുന്നത്ര അത്ര ലക്ഷ്യം വെച്ചോളൂ. ആ ലക്ഷ്യം വെച്ചാൽ നമുക്ക് നടപ്പാക്കാൻ പറ്റും. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ശഅബാൻ അവസാനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ കാര്യം പറഞ്ഞപ്പം സദസ്സിലുണ്ടായിരുന്ന മഹാന്മാരായ സ്വഹാബത്ത് പ്രായോഗികമായി ചിന്തിച്ചു. അവരെഴുന്നേറ്റു പറയുന്നു, നബിയേ, ലൈസ കുല്ലുനാ നജിദു മാ നുഫത്തിറു ബിഹി സ്വായിം. ഞങ്ങളിൽ എല്ലാവർക്കും ഇതുപോലെ നോമ്പുകാരന് വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാമ്പത്തിക ശേഷിയില്ലല്ലോ. പാവപ്പെട്ട ഞങ്ങൾക്ക് ഈ പുണ്യം എങ്ങനെ കിട്ടും? അപ്പൊ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, യോത്തില്ലാഹു ഹാദ സവാബ്. ഈ പറഞ്ഞ പ്രതിഫലം അല്ലാഹു കൊടുക്കും. ആർക്കൊക്കെ നൽകും? ഒരു കാരക്കച്ചുള കൊണ്ട് നോമ്പ് തുറപ്പിച്ചവനും, ഒരു ഇറക്ക് പാല് നൽകി നോമ്പ് തുറപ്പിച്ചവനും, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്ത് നോമ്പ് തുറപ്പിച്ചവനും, ഈ പറഞ്ഞ 3 നന്മയും അല്ലാഹു കൊടുക്കും. അതുകൊണ്ട് ഉള്ളവൻ ഉള്ളതിനനുസരിച്ച് കൊടുക്കുക. ഇനി നമ്മളെ പുരയിലൊന്നും നോമ്പുറപ്പിക്കാൻ സൗകര്യമില്ല, ആ പള്ളിയിൽ മഗ്‌രിബിന് പോകുമ്പോഴേ ഒരു കാരക്കച്ചോളന്റെ പാക്ക് വാങ്ങിപ്പോവാ, അതൊന്ന് കഴുകിയത് അന്ന് എന്റെ ഇതുകൊണ്ട് നോമ്പുറക്കിയേ എന്ന് പറഞ്ഞൊരു 10 ആളെ നോമ്പുറപ്പിക്കും. ഇതൊക്കെയാണ് പുണ്യം നേടാൻ ആഗ്രഹമുള്ളവർ പ്രായോഗികമായി ചിന്തിക്കണം. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് തുടർന്ന് പറഞ്ഞു, അതേസമയം മൻ അശ്ബഅ സ്വായിമാ, ആരെങ്കിലും ഒരു നോമ്പുകാരന്റെ വിശപ്പ് മാറുവോളം ഭക്ഷണം കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിച്ചാൽ, സഖാഹുല്ലാഹു മിൻ ഹൗലി ലാ യൽമഉ ബഅദഹു അബദാ, എന്റെ ഹൗലുൽ കൗസർ അല്ലാഹു അവനെ കുടിപ്പിക്കും. പിന്നെ സ്വർഗത്തിലെത്തുന്നതുവരെ അവന് ദാഹമുണ്ടാവുകയില്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മുത്തുനബിയാണ് നോമ്പ് തുറപ്പിക്കുന്നവൻ അവിടെ സൽക്കരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പുണ്യകർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക, നമ്മൾ ആലോചിക്കുക, പദ്ധതി തയ്യാറാക്കുക. അല്ലാതെ റമളാനിലേക്ക് പോയാൽ റമളാന്റെ ദിനരാത്രങ്ങൾ നമ്മളെ കാത്തു നിൽക്കൂല, അതങ്ങോട്ട് വിട ചോദിക്കും. പിന്നെ റമളാനിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മം, നമുക്ക് റമളാനിന്റെ നോമ്പിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അവർ നോമ്പ് പൂർത്തിയാക്കുന്നത്. വഅൻതും ആകിഫൂന ഫിൽ മസാജ്, പള്ളിയിൽ ഈത്തിക്കാഫ് ഇരുന്നവരാണ്. ഖുർആനിൽ ഒരു പ്രയോഗം കാണാം, പള്ളിയിൽ ഈത്തിക്കാഫ് ഇരുന്നവരായ നിലക്കാണ് അവർ നോമ്പ് പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് പള്ളിയിൽ വരുമ്പോഴൊക്കെ ഈത്തിക്കാഫ് കരുതുക. ജമാഅത്തിന് വരുന്ന സമയത്തൊക്കെ ഈത്തിക്കാഫ്, അത് റമളാനിൽ മാത്രമുള്ളതല്ല, എപ്പോഴും ഉള്ളതാണ്. റമളാനിൽ അതിന് പ്രത്യേകം പുണ്യമാണ്. പള്ളിയിൽ നോമ്പുകാരനായി ഈത്തിക്കാഫ് ഇരിക്കുക. അപ്പൊ പള്ളിയിലേക്ക് കടക്കുമ്പം തന്നെ ആ നിയ്യത്ത് വെച്ച് എപ്പോഴും അങ്ങനെ കയറാന് ഇരട്ട കൂലിയാണ്. അത് നമ്മൾ കരുതുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ റമളാനിന്റെയും അവസാനത്തെ 10 രാവും പകലും പള്ളിയിൽ നിന്ന് പുറത്തു പോകാതെ ഈത്തിക്കാഫ് ഇരിക്കാറുണ്ടായി. അവിടുന്ന് വഫാത്തായ കൊല്ലം വന്നപ്പോൾ നടുവിലെ 10ഉം അവസാനത്തെ 10ഉം പൂർണ്ണമായും പള്ളിയിലാണ് കഴിച്ചുകൂട്ടിയത്. അത് സാധിക്കുന്നവർ അതിനെ സംബന്ധിച്ച് ആലോചിക്കണം. ഇതിനും കഴിയാത്തവരാണെങ്കിൽ റമളാനിന്റെ അവസാനത്തെ 10ൽ ഒറ്റട്ട രാവുകളുണ്ട്, 5 രാവുകൾ. ഒന്ന് 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. ഈ 5 രാവുകളിലും പള്ളിയിൽ വന്ന് ഈത്തിക്കാഫിരിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇറങ്ങി വരുന്ന സന്ദർഭമാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. എല്ലാ നന്മയുമായി അതാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ മാലാകമാര് ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന രാത്രി. ആ രാത്രി നമ്മൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാവരുത്. അല്ലാഹുവിന്റെ പള്ളിയിൽ നല്ല മജ്ലിസുകളിൽ ഹയാത്താക്കി നമ്മൾ അന്ന് ഒരുമിച്ച് കൂടണം. അതിനുവേണ്ടി പരമാവധി നമ്മൾ പരിശ്രമിക്കുക. എന്താണ് ഈത്തിക്കാഫിന്റെ ഉദ്ദേശം? മുത്തനബി പറഞ്ഞു, അൽ മുഅ്തഖിഫു യഅ്തഖിഫു ലിദുനൂബിഹി. ഈത്തിക്കാഫിരിക്കുന്ന ആള് പാപം പുറത്തു കിട്ടാൻ വേണ്ടി ധർണ നടത്തുകയാണ്. നിങ്ങൾ കേൾക്കാറില്ലേ, സെക്രട്ടേറിയറ്റ് നടയിൽ കുത്തിയിരിപ്പ് സമരം അല്ലേ? ലക്ഷ്യം പൂർത്തിയായിട്ടേ സമരം അവസാനിപ്പിക്കൂ, നിരാഹാര സമരം
എന്താ അതിന്റെ ഒക്കെ അർത്ഥം? അത് ചെന്നാടി ഇരിക്കന്നെയാണ്, കാര്യം സാധിച്ചെങ്കിലേ നീച്ചു പോരുള്ളൂ എന്നാണ് ഈ ധർണ മറ്റ് സമരം എന്നൊക്കെ പറഞ്ഞ അതിന്റെ പൊരുള്. ഇതുപോലെ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് ചടഞ്ഞിരിക്കുക. എന്തിനായിരിക്കണത്? എന്റെ പാപം പൊറുത്തെങ്കിലേ ഞാനിത് അവസാനിപ്പിക്കൂ. ഇതൊരു സമരമാണ്, ധർമ്മസമരമാണ്, സഹന സമരമാണ്. അങ്ങനെ പള്ളിയിൽ വന്നിരുന്നുകൊണ്ട് പാപം പൊറുപ്പിക്കാൻ പരിശുദ്ധ റമളാനിൽ നമ്മൾ സമയം കണ്ടെത്തണം. അഫ്ളലു ബുഖാഇൽ അർളി മസാജിദുഹാ, ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അള്ളാഹുവിന്റെ പള്ളിയാണ്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, നാളെ ഭൂമി അതിന്റെ മേലെ വെച്ച് നടന്ന ഓരോ സംഭവങ്ങൾക്കും അവിടെ സാക്ഷി പറയുന്ന ദിവസം വരാനുണ്ട്. അതുകൊണ്ട് നല്ല നല്ല സദസ്സുകൾ, നല്ല നല്ല വേദികൾ ഇവിടെയൊക്കെ നമ്മൾ ഉണ്ടാവണം, പരിശുദ്ധ റമളാനിലും അല്ലാത്തപ്പോഴും. അതൊക്കെ പരലോകത്ത് നമുക്ക് ഗുണം ചെയ്യും. അങ്ങനെ റമളാനിൽ എന്തൊക്കെ ചെയ്യണമെന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ആലോചന നമ്മൾ നടത്തുക. പിന്നെ അതേ പ്രസംഗത്തിൽ മുത്തുനബി പറഞ്ഞു, വസ്തക്സിറൂ ഫീഹി ബിഅർബഇ ഖിസാൽ, റമളാൻ ആയിക്കഴിഞ്ഞാൽ 4 കാര്യങ്ങളെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ആ 4 കാര്യങ്ങളിൽ 2 കാര്യം നിങ്ങളെ രക്ഷിതാവിന്റെ സംതൃപ്തി നിങ്ങൾക്ക് നേടിത്തരുന്നതും, മറ്റു 2 കാര്യങ്ങൾ വൈയക്തികമായി നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്തതുമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഅമ്മൽ ഖസലത്താനില്ലത്താനി തുർലൗന ബിഹിമാ റബ്ബക്കും, നിങ്ങളെ രക്ഷിതാവിന്റെ സംതൃപ്തി നിങ്ങൾക്ക് ലഭ്യമാക്കി തരുന്നു എന്ന് പറഞ്ഞ 2 കാര്യം, അൻ തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅൻ തസ്തഗ്ഫിറൂഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ഇങ്ങനെ ചൊല്ലലാണ്. അത് പടച്ചോന് പെരുത്ത് പൊരുത്താ. രണ്ടാമത്തേത് വഅൻ തസ്തഗ്ഫിറൂഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹിനോട് പൊറുക്കലിനെ തേടുക. നമ്മളെ മാതിരിയല്ല പടച്ചോൻ. നമ്മളൊക്കെ കാലിന് ആരെങ്കിലും ഒന്ന് ചവിട്ടി സോറി എന്ന് പറഞ്ഞാൽ കാലിനെ ചവിട്ടി സോറി എന്ന് പറയാണോ നിൽക്കുന്നത്? പടച്ചോൻ അങ്ങനല്ല. എന്ത് തെറ്റ് ചെയ്താലും അസ്തഗ്ഫിറുല്ലാഹ്, ക്ഷമിക്കണേ പടച്ചോനെ, പൊറുക്കണേ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ അള്ളാഹിന്റെ പൊരുത്തം കിട്ടുന്ന ഈ 2 കർമ്മം റമളാനിൽ ശ്രദ്ധിക്കണം. വഅമ്മൽ ഖസലത്താനില്ലത്താനി ലാ ഗിനാ ലക്കും അൻഹുമാ, ഇനി നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്തത് എന്ന് പറഞ്ഞ 2 കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അൻ തസ്അലൂഹുൽ ജന്ന വതുഈദൂനഹു മിനന്നാർ, നിങ്ങൾ റബ്ബിനോട് സ്വർഗം ചോദിക്കലും നരകത്തിൽ നിന്ന് അഭയം തേടലുമാണ്. ഇത് പറഞ്ഞു വന്നപ്പോൾ നമുക്ക് പരിചയമുള്ള സംഗതിയാണ്. എല്ലാവരും ഒന്ന് കൂടെ ചൊല്ലി നോക്കൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇതിനെപ്പറ്റിയാണ് നബി തങ്ങൾ പറഞ്ഞത്. അതിൽ ആദ്യം തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ, അസ്തഗ്ഫിറുല്ലാഹ് പൊറുക്കലിനെ തേടൽ, അസ്അലുക്കൽ ജന്ന സ്വർഗം ചോദിക്കൽ, അഊദു ബിക മിനന്നാർ നരകത്തെ തൊട്ട് അഭയം തേടൽ. ഇത് നിസ്കാര ശേഷം 3 വട്ടം ചൊല്ലി മതിയാക്കാനുള്ളതല്ല എന്നർത്ഥം. നമ്മൾ ആദ്യം ഇങ്ങോട്ട് ചൊല്ലി കിട്ടാൻ നിസ്കാരം കഴിയുമ്പം തന്നെ നമുക്ക് ഇങ്ങനെ കിരികിരുത്താടുന്ന് എഴുന്നേറ്റ് പോരാൻ. പിന്നെ റമളാനൊക്കെ ആകുമ്പോൾ കുറച്ച് ദിക്റും പിന്നെ ദുആക്കലേശോട് കൂട്ടു ഉസ്താദ്, അപ്പണ്ടൊരു ദേഷ്യം വരാൻ, ഇതൊക്കെ തീർന്നില്ലേ. പിന്നെ ദുആ തീർന്നപ്പം നിങ്ങളൊക്കെ എഴുതാൻ നിൽക്കാൻ പൊന്തിയപ്പോഴാ പിന്നെ മൂപ്പര് അശ്ഹദുല്ലാന്ന് പറയണം. അപ്പം വേറെയും ദേഷ്യം. ഇങ്ങനൊക്കെ പാടൊക്കെയുള്ള ദേഷ്യം പിടിച്ച് എല്ലാനുള്ളതല്ല, അള്ളാഹ്ക്ക് പൊരുത്തുണ്ടാക്കുന്ന സംഗതിയാണ്. അത് നിസ്കാര ശേഷവും ചൊല്ലണം, എല്ലാത്ത ഒഴിവുള്ള സമയത്തൊക്കെ അത് ചൊല്ലുക. അതിന് നമ്മൾ എന്ത് ചെയ്യാ? ചൊല്ലാന്ന് പറഞ്ഞാൽ ചൊല്ലൂല. നമ്മളൊരു ടാർഗറ്റ് കാണും. റമളാൻ തീരുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരു 30,000 വട്ടം, ഒരു ദിവസം 1000 വട്ടം ഈ ദിക്ർ ചൊല്ലണം എന്ന് വിചാരിച്ചാൽ അതിനാകെത്ര വേണ്ടിയ നിങ്ങള്? 1 മണിക്കൂർ വേണ്ട, അരമണിക്കൂർ ഉണ്ടായാൽ മതി. നമുക്ക് ദിക്റല്ല, അരമണിക്കൂർ ഉണ്ടായാൽ 1000 ദിക്റല്ല. അത് ഒന്നിച്ചിരുന്ന് ചെല്ലണമെന്നില്ല. നമ്മൾ ഖുർആൻ ഓതി ക്ഷീണിച്ച് വയല് കേട്ട് ക്ഷീണിച്ചൊക്കെ പള്ളിയിൽ അങ്ങനെ ഒരു മലന്നൊരു കടത്തുണ്ടല്ലോ, ആ കടത്തത്തിൽ നമ്മൾ നോമ്പൊക്കെ ബാത്തിലായി പോകും പലപ്പോഴും, പല ചർച്ചയിലേക്കും പോയി. അപ്പൊ റമളാൻ ആയാൽ നമ്മളെ കയ്യിൽ ഒരു തസ്ബീഹ് മാല ഉണ്ടാകും. തസ്ബീഹ് മാല അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇപ്പൊ ശഅബാൻ നിങ്ങളൊരു തസ്ബീഹ് മാല എടുത്ത് ഇങ്ങനെ അങ്ങാടി കൂടെ പോയാല്
ഏത് ഒരിക്കത്തുകാരനാന്ന് ചോദിക്കുക ആരെങ്കിലുമൊക്കെ കണ്ടാൽ. റമളാനിൽ പിന്നെ സുഫിദത്തി ശയാത്തി എന്ന് പറഞ്ഞാൽ ആ ശൈത്താന്മാരൊക്കെ അറസ്റ്റിലായതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യം ഒന്നും ചോദിക്കൂല. റമളാനിലൊക്കെ ചെറുപ്പക്കാർ തൊപ്പിട്ടിട്ട് ഇറങ്ങല്ലേ, ഇജ്ജ് പൊന്നാനിന്ന് വരാണെന്നും റമളാനിൽ ആരും ചോദിക്കലില്ല. ശഅബാനിൽ ഒപ്പിട്ടാലോ കുട്ടികളോട് ഇങ്ങനൊക്കെ ചോദ്യം വരും. റമളാനിൽ സർവ്വ ശൈത്താന്മാരും ലോകപ്പിലാണുള്ളത്. അതുകൊണ്ട് എല്ലാവരും നന്നാവാൻ തീരുമാനിച്ച സമയമാണ്. നമ്മളെ കയ്യിൽ ഒരു തസ്ബീഹ് മാല നമ്മളൊരു തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 30,000 ദിക്റ് ചെല്ലാൻ ഒഴിവുള്ളപ്പോൾ അതൊക്കെ ഇങ്ങനെ ചൊല്ലന്നെ. അതിനാൽ പ്ലാനിങ് ഉണ്ടോ നമുക്ക് നേട്ടമുണ്ടാകും. അല്ലെങ്കിൽ റമളാൻ വരും പോകും. പിന്നെ അതാ മുത്തുനബി പറഞ്ഞു, അവ്വലുഹു റഹ്മ വ ഔസത്തുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. റമളാനിന്റെ ആദ്യത്തെ 10 അത് അനുഗ്രഹം വാരിക്കോരി കൊടുക്കുന്ന 10 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചോദിച്ചോളൂ, വാങ്ങിവെച്ചോളൂ എന്നാണ്. അതുകൊണ്ട് ആദ്യത്തെ 10 അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലുന്ന 3 പുറമെ ഒരു 10,000 വട്ടം ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ 10 തീരുന്നതിന് മുമ്പ് അള്ളാഹിന്റെ റഹ്മത്ത് ചോദിക്കാൻ മടിക്കണ്ട. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ സ്പെഷ്യലാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. മനസ്സറിഞ്ഞ് ചോദിക്കണം. എന്താണ് കാരണമെന്നറിയോ? നാളെ നമ്മൾ അള്ളാഹിന്റെ കോടതിയിൽ വരും. നമ്മളെ ഉമ്മ സമീപത്തുണ്ടാകും, വാപ്പയുണ്ടാകും. എല്ലാവരെ വൃത്താന്തവും അറിയും. എത്ര ജനം കൂടിയാലും ആര് ചെയ്ത തെറ്റും മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് മറച്ചു വെക്കാൻ കഴിയൂല. അവിടെ നന്മയും തിന്മയും നമ്മളെ പഠിപ്പിക്കാനുള്ള നിയോഗിച്ച ദൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടാകും. സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും ഉണ്ടാകും. നമ്മളെ ഉസ്താദുമാരുണ്ടാകും, ശിഷ്യന്മാരുണ്ടാകും. നമ്മൾ ആ ചെയ്ത തിന്മയെങ്ങാനും ഭാര്യ അറിഞ്ഞാൽ വീട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റൂല. നാട്ടുകാരറിഞ്ഞാലും മുണ്ട് മുഖത്തിട്ടല്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല. അങ്ങനെ അള്ളാഹു മറച്ചു വെച്ച ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. ഇതൊന്നും പടച്ച റബ്ബ് മാപ്പാക്കി തന്നിട്ടില്ലെങ്കിൽ കിതാബ് നമ്മളെ കയ്യിൽ തന്നിട്ട് പറയും, ഇഖ്റ കിതാബക വകഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബാ. നിന്റെ ജീവിതത്തിന്റെ പത്രമാണിത്, വായിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്ന സമയത്തതാ മക്കളടക്കം നാം ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളുടെ വാർത്ത കേട്ട് എന്റെ വാപ്പ തന്നെയാണോ ഈ തിന്മകളൊക്കെ ചെയ്തതെന്ന് നോക്കി ലജ്ജിക്കുന്ന സന്ദർഭം. അല്ലാഹു നമ്മളെ ഫളീഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ, വഷളാക്കാതിരിക്കട്ടെ ദുനിയാവിലും ആഖിറത്തിലും. അത് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ചെയ്തു പോയ തെറ്റുകളൊക്കെ അല്ലാഹു മാപ്പാക്കി തരണം. അതിന് മനസ്സറിഞ്ഞ് നമ്മൾ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും മാപ്പ് കൊടുക്കാനുള്ള റെഡിയായ റമളാനിന്റെ നടുവിലത്തെ 10 തന്നെ സർവ്വ ദോഷങ്ങളും നമ്മൾ പൊറുപ്പിക്കണം. അവസാനത്തെ 10 കഴിഞ്ഞാൽ അത് ഇത്ഖും മിനന്നാർ. തീരുമാനം വരാനുള്ള 10 30 ദിവസത്തെ പരിശീലനം. ഇനി ആരെയാണ് ഇതിൽ സ്വർഗത്തിന് പാകപ്പെട്ടവൻ അല്ല നരകത്തിലേക്ക് തന്നെ തള്ളിവിടേണ്ടവൻ? ഇത് തീരുമാനിക്കപ്പെടുന്നത് അവസാനത്തെ 10. അതുകൊണ്ട് സജീവമാകണം. അവസാനത്തെ 10 നമ്മളെ നിറസാന്നിധ്യം ഉണ്ടാവണം. ഏതുപോലെയാണിത്? കളരി പരിശീലനം പോലെ തന്നെയാണ്. കുരിക്കൊക്കെ 100 ശിഷ്യന്മാരെ തുടങ്ങാൻ കിട്ടിയത്. നല്ല സുഖമുണ്ട്, ഇങ്ങനെ കയ്യൊന്തിക്കുക, അങ്ങനെ നിർത്തങ്ങനെ ചെറുകിട എക്സസൈസൊക്കെ ആയപ്പോൾ കുട്ടികളൊക്കെ നല്ല ആവേശത്തിലാണ്. പിന്നെ സൂചിരുത്തം തുടങ്ങി, ബയ്യോട്ട് വളയാൻ തുടങ്ങി. ഇതൊക്കെ തുടങ്ങി നോക്കുമ്പോ ഓരോരുത്തർ ഇങ്ങനെ. പിന്നെ അവസാനം കൊല്ലം പൂർത്തിയാകുമ്പോൾ എത്ര ആളുണ്ടാകുക? കുരുക്കളും 4 ആൾക്കാരും ഉണ്ടാകുക. ഇതേ അവസ്ഥയാണ് റമളാനിൽ അള്ളാഹു നമ്മളെ പരിശീലിച്ചു നോക്കുമ്പോ അല്ലേ. ആരംഭശൂരത്വത്തിന്റെ പേരിൽ റമളാൻ 1 ജനനിബിഡ പള്ളി. പിന്നെ ഒരു 3 നാട് കഴിഞ്ഞപ്പോ ഒരു സൽക്കാരുണ്ട്. മോളെ കുട്ടി കെട്ടിച്ചോടത്തേക്കൊന്ന് പോകാനുണ്ട്, മറ്റോടത്തൊന്ന് വരാനുണ്ട്. അങ്ങനെ പറഞ്ഞു എന്തായി? പള്ളി പകുതിയായി. ബദരീങ്ങളാണ്ടാട് കഴിഞ്ഞാലോ പിന്നെ പെരുന്നാളോ എന്നുള്ള ചിന്തയായി. അവസാനം ജയിക്കുന്ന ആൾക്കാരാ, അവസാനം വരെ നിൽക്കുന്ന ആൾക്കാരാ. ശരിക്കും ഉറപ്പിച്ചോളി, ആ കൂട്ടത്തിൽ നമ്മളുണ്ടോ എങ്കിൽ രക്ഷപ്പെടും. അതുകൊണ്ട് എല്ലാ പുണ്യങ്ങളുടെയും വർദ്ധിത തോതിലുള്ള നേട്ടങ്ങളൊക്കെ ഒടൂല് നല്ല വെച്ചത്. ലൈലത്തുൽ ഖദ്റൊക്കെ അവസാനത്ത് കൊണ്ടുവച്ചെന്തിനാ?
ഇതൊക്കെ അവസാനം വരെ ഉണ്ടോ നോക്കാനാ. അപ്പൊ ആരംഭശൂരത്വത്തിന്റെ ആളുകളായി തുടക്കത്തിൽ സജീവമായി അവസാനം നമ്മൾ മറന്നുപോകരുത്. അവസാന നിമിഷം വരെ നമ്മൾ സജീവമായി ഉണ്ടാകണം. ആ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പറഞ്ഞേക്കേണ്ടവരെ തീരുമാനിക്കുന്ന പദ്ധതി കഴിഞ്ഞാൽ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. മനസ്സ് തട്ടിയിട്ട് തന്നെ നമ്മൾ അല്ലാഹുവോട് നരകവിമോചനം ചോദിക്കണം, സ്വർഗം ചോദിക്കണം. അതൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അതിന്റെ വണ്ണും വലിപ്പമൊക്കെ ഉണ്ടാവണം. നമ്മളിങ്ങനെ ചോദിക്കാണ് ചുമരിയായിരുന്ന് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്നൊക്കെ പറയുമ്പം ഒരു വീടിക്കുറ്റി ചോദിക്കുന്ന രാഘവത്തോടെ സ്വർഗാണ് ഈ ചോദിക്കുന്ന ഒരു ഗൗരവമൊക്കെ ഉണ്ട്. എന്താണ് സ്വർഗത്തിന്റെ അവസ്ഥ? ലഖാബു ഖൗസൈനി മിനൽ ജന്ന ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ. ഒരു അമ്പ് വളച്ചു വെച്ചാൽ അതിന്റെ ഇടയിലുള്ള ഒരു തുണ്ട് ഭൂമി, അത്രയും ഇടം നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുനിയാവും അതിലുള്ള സർവ്വസമ്പത്തും ലഭിക്കുന്നതിനേക്കാൾ അത് ഖൈറാണെന്ന് ത്വഹാ റസൂലുള്ളാഹി. ഖദമു മൗളിഇൻ മിനൽ ജന്നത്തി ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ. നമ്മളെ ഒരു കാല് വെക്കാനുള്ള സ്ഥലം, മൗലിയോ ഖദമിൻ, ഒരു കാല് വെക്കാൻ ഒരു ഫൂട്ട് സ്ഥലം, അത് സ്വർഗത്തിൽ നിന്ന് കിട്ടിയാൽ ഈ ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ പുണ്യമാണ്. അങ്ങനത്തെ ഒരു സംഗതിയൊക്കെ ചോദിക്കുമ്പോ ആ ഗൗരവത്തിലായിരിക്കണം ചോദിക്കേണ്ടത്. കാരണം അവിടെ എത്തിയാൽ കഴിഞ്ഞ് എന്തൊരതിർപ്പത്തിന്റെ ലോകമാണ്, സന്തോഷത്തിന്റെ ലോകമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന യുനാദി മുനാദ്. സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പാദം വെച്ച് കഴിഞ്ഞാൽ അനൗൺസ്മെന്റ് കോർണറിൽ നിന്നതാ ഒരു മലക്ക് വിളിച്ചു പറയുന്നു, ഓ സ്വർഗവാസികളെ, ഇന്നലക്കും അൻ തഹയൗ വലാ തമൂതു അബദാ. ഇന്നു മുതൽക്ക് നിങ്ങൾക്കെല്ലാം ഇനി ഇവിടെ ജീവിതമാണ്, മരണമില്ലാത്ത ലോകത്താ നിങ്ങൾ എത്തിയത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഒരു മനുഷ്യനുണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും? നമുക്ക് മരണല്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടിയാൽ ഇപ്പൊ ആകെ പ്രശ്നം മരണല്ലേ. മരിക്കണത് വരെയല്ല ഇനിയിപ്പോ എന്തായാലും ഇവിടെ ഉള്ളൂ. സ്വർഗത്തിലെത്തിയാ പിന്നെ മരണല്ല. അത് എവിടെ എത്തിയിട്ടാ പറയുന്നത്? എല്ലാ സൗകര്യമുള്ള സ്വർഗത്തിലെത്തിയിട്ട്. ഇവിടെ നമ്മൾ നല്ലൊരു പഞ്ചനക്ഷത്ര ഹോട്ടൽ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ക്രെഡിറ്റ് ഉള്ള ഒരു ഹോട്ടലിൽ കയറി നിൽക്കുക, സർവ്വ സൗകര്യങ്ങളാണ്. എത്തിയാൽ നമുക്ക് വല്ല സന്തോഷം ഉണ്ടാവുമോ? നമ്മൾ വാച്ചിൽ നോക്കൂലേ, ഇതാ 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇറങ്ങി കൊടുക്കണം, നമ്മളെ പഴയ ചാളയിൽ തന്നെ പോകണ്ടേ? ആർക്കാ സന്തോഷം ഉണ്ടാകുക? പിന്നെ ഇറങ്ങിപ്പോരുമ്പോൾ കൂടുതൽ ദുഃഖം ഉണ്ടാകുക ചെയ്യുക. അതേ സമയത്ത് സ്വർഗം സർവ്വ സൗകര്യങ്ങളുടെയും പറുദീസയാണ്. അവിടെ എത്തിയാൽ പിന്നെ മരണമില്ലാത്ത ലോകത്താണ്. ഇതല്ലേ മനുഷ്യന്റെ ഉത്കടമായ ആഗ്രഹം. അങ്ങനെ സന്തോഷിച്ച് തുള്ളിച്ചാടുമ്പോ മലക്കിന്റെ രണ്ടാമത്തെ സന്ദേശം വരുന്നു, വഇന്നലക്കും മന്തസിഹു വലാ തസ്ഖമൂ അബദാ. സ്വർഗവാസികളെ, ഇന്നു മുതൽക്ക് നിങ്ങളെല്ലാവരും ആരോഗ്യവാന്മാരാണ്. ഇനി ഒരു രോഗവും നിങ്ങൾക്ക് പിടികൂടുകയില്ല. ഈമാനുള്ളവന് രോഗം അത് ദുഃഖിക്കേണ്ട വിഷയമല്ല. അതൊക്കെ ഈ ദുന്യാവിലെ നൈമിഷികമായ ദിനരാത്രങ്ങളിലേക്കുള്ളതാണ്. സ്വർഗത്തിലെത്താൻ കഴിഞ്ഞാൽ ഒരു ക്യാൻസർ രോഗിയും വിഷമിക്കേണ്ടതില്ല. എത്രയോ സുഖമില്ലാത്തവരിവിടെ വന്നിട്ടുണ്ടാവും. അല്ലാഹു തആല ശിഫ നൽകട്ടെ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചികിത്സിക്കുകയും ചെയ്യണം. അതും സുന്നത്താണ്. പക്ഷേ ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് വലിയ പരീക്ഷണമല്ല തന്നാലും ജീവിതത്തിൽ നമ്മൾ തോറ്റോടാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അത് പാതി വഴിയിൽ അവസാനിപ്പിച്ച് ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ നിരാശരാകരുത്. റബ്ബിന്റെ റഹ്മത്തിനെ തൊട്ട് നമ്മൾ ആശ മുറിയരുത്. ഇത് ദുന്യാവാണ്, നൈമിഷികമാണ്. ഇതങ്ങ് തീർന്നാൽ നമുക്ക് ചെല്ലാനുള്ള സ്വർഗത്തിൽ ഒരു രോഗവും നമ്മളെ പിടികൂടാനില്ല, ഒരു വൈകല്യമില്ല, ഒരു വികലാംഗൻ അവിടെയില്ല. എന്ത് വൈകല്യമുള്ളവരും അവിടെ പൂർണ്ണ ശരീരത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ വരുന്ന ഇടമാണ് സ്വർഗം. അല്ലാഹു നമ്മൾ അവിടെ എത്തിച്ചു തരട്ടെ. ഈ വാർത്ത കേട്ട് തുള്ളിച്ചാടുമ്പോഴാണ് അടുത്ത റിപ്പോർട്ട് വരുന്നത്, സ്വർഗവാസികളെ, ഇന്നലക്കും അൻ തശിബ്ബൂ വലാ തഹ്റമൂ അബദാ.
ഇന്നു മുതൽക്ക് നിങ്ങളെല്ലാവരും ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരികളാണ്. ഇനി ഒരു കുട്ടിക്കും ഇവിടെ പ്രായാധിക്യത്തിന്റെ പ്രശ്നം വരാൻ പോകുന്നില്ല. ഇവിടുത്തെ ആകെ പ്രശ്നം അതല്ലേ, വയസ്സിങ്ങനെ കൂടുന്ന ആർക്കാ ഇഷ്ടമുള്ളത്? താടിയും തലയൊക്കെ ഇങ്ങനെ വെളുക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ നമ്മളിങ്ങനെ പറിച്ചിട്ടാഞ്ഞു നോക്കും, എന്താട് പോട്ടെ, പിന്നെ പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടുമല്ലോ ചില സമയത്ത്. അങ്ങനെ വെളുത്തോലും ഇങ്ങോട്ട് കൂടിയാലോ പിന്നെ നമുക്ക് ആകെ പല ആൾക്കാരും ഇപ്പൊ ചെയ്യണം എന്താന്ന് വെച്ചാൽ രാവിലെ തന്നെ ഒരു കറുത്ത വെള്ളത്തിൽ മൂക്കും കണ്ണും പൊത്തി ഒരൊറ്റ മുങ്ങല. അതുകൊണ്ട് ചില നാട്ടിൽ ചെന്നാ വയസ്സന്മാരെ കാണും. ഇവിടെ കുറെ വയസ്സന്മാരെ കാണും. ചില നാട്ടിൽ ഇപ്പൊ ഒറ്റ വയസ്സന്മാരും ഇല്ല. എന്താ വയസ്സന്മാരില്ലാത്തത്? കറുത്ത വെള്ളത്തിൽ മുങ്ങാ എല്ലാവരും. നമുക്ക് ആർക്കും ഇഷ്ടമല്ല വയസ്സായിട്ടത്. ആരെങ്കിലും ചോദിച്ചാൽ ഒരു 50 എന്നൊരു 10 കൊല്ലമൊക്കെ പറയും. കാരണം 50ന്റെ മുകൾക്കാട് പോയാൽ പിന്നെ വയസ്സന്മാരെ കൂട്ടത്തിൽ പെട്ടുപോകുന്ന ബേജാറാണ്. പിന്നെ കുറച്ചാട്ടെത്തിയാൽ കൂട്ടി പറയലും ഒരു അഭിമാനം. ഇപ്പൊ 98 113 എന്നൊക്കെ പറയും, അപ്പൊ ഒരു അഭിമാനം. അങ്ങനെ വേറെ ആലോചന വേറെ ആളുകൾക്ക് ആർക്കും ഇഷ്ടമല്ല. പക്ഷെ സ്വർഗത്തിന്റെ അവസ്ഥ എന്താ? അവിടെ ഒരാൾക്കും വയസ്സാവില്ല. എല്ലാവരും 33 പ്രായം, ഏറ്റവും ചുറുചുറുക്കുള്ള ആവേശമുള്ള പ്രായം. ഇങ്ങനെയുള്ള ഉജ്ജ്വലമായൊരു ജീവിതമാണ് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ സ്വർഗമാണ് ചോദിക്കുന്നതെന്ന ഉറപ്പോടെ വഅസ്അലുക്കൽ ജന്ന, അതിന്റെ വില മനസ്സിലാക്കി നമ്മൾ സ്വർഗം ചോദിക്കണം. അവിടെ എത്തിപ്പെടാനുള്ള സൗഭാഗ്യം കിട്ടാതെ പരാജയപ്പെട്ടാൽ നമുക്ക് പോകാനുള്ള നരകം ഭീകരമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല നരകത്തെ സൃഷ്ടിച്ചു. 1000 കൊല്ലം അതിനെ കത്തിക്കാൻ കൽപ്പിച്ചപ്പോൾ ആ നരകത്തിന്റെ തീയതാ അത് വെളുത്തുപോയി. പിന്നെ 1000 കൊല്ലം വീണ്ടും കത്തിച്ചപ്പോൾ അതിന്റെ തീ കറുത്തുപോയി. ഇപ്പോൾ ഫഹിയ വൽമാഉ സൗദാ, നരകമെന്നത് തീയാണെങ്കിലും സാധാരണ ദുന്യാവിൽ തീ കത്തുന്നിടത്ത് അതിന്റെ പരിസരത്ത് അതിന്റെ വെളിച്ചമുണ്ടാകും. എന്നാൽ നരകത്തീ കത്തുന്നിടത്ത് കറുത്ത നിറമായതുകൊണ്ട് ഇരുട്ടാണ്. ഭീകരമാണ് നരകത്തിന്റെ അവസ്ഥ. സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ദുന്യാവിലെത്തിച്ചേർന്നപ്പം അദ്ദേഹത്തിന് ആഹാരം പാകം ചെയ്യാൻ തീ വേണ്ടി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാമിനെ സമീപിച്ച് തീ ചോദിച്ച സമയത്ത് മാലിക് അലൈഹിസ്സലാം പറഞ്ഞു, തങ്ങളെ ഒരു കാരക്കച്ചുളയുടെ വലുപ്പത്തിലുള്ള തീയെങ്ങാനും ദുന്യാവിലേക്ക് കൊണ്ടുപോയാൽ ദുന്യാവ് മുഴുവനും കത്തിക്കരിക്കട്ടയായി പോകും, അത് തരാൻ പറ്റില്ല. പിന്നീട് പറഞ്ഞു, ഒരു കാരക്കക്കുരുവിന്റെ വലിപ്പത്തിലുള്ള തീ കൊണ്ടുപോയാൽ ദുന്യാവിലൊരിറ്റ് വെള്ളമുണ്ടാവുകയില്ല. അവസാനം ഒരു കാരക്കക്കുരുവിന്റെ അരികിലുണ്ടാകുന്ന നൂലിന്റെ വലിപ്പത്തിലുള്ള തീയാണത്രേ ദുന്യാവിലേക്ക് കൊടുത്തുവിടുന്നത്. അത് മഹാനവറുകൾ താമസിക്കുന്നതിന്റെ പരിസരത്ത് വെച്ചു. നിമിഷാർദ്ധം കൊണ്ടവിടെ തീപിടിച്ചപ്പോൾ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന തീ അവിടെ തന്നെ തിരിച്ചുകൊണ്ടിട്ട് അന്ന് ഇവിടെ അവശേഷിച്ച തീയാണ് ദുന്യാവിലുള്ള തീ എന്ന് പറയപ്പെടുമ്പോൾ എത്ര ഭീകരമാണ് ആ നരകത്തിന്റെ തീ. അതിലാണ് മനുഷ്യനവിടെ ശിക്ഷ. ആ ശിക്ഷിക്കപ്പെടുന്ന നരകത്തിൽ നമുക്ക് ഭക്ഷണമില്ല, പാനീയമില്ല. വർഷങ്ങളോളം ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചാൽ ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ളരീ എന്ന് പേരുള്ള ഒരു മുള്ളിന്റെ കായയാണ് വിശന്നു പൊരിയുന്ന നരകവാസിയുടെ ഭക്ഷണം. ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂ, അത് കഴിച്ചാൽ ശരീരത്തിന് പോഷണം കിട്ടുകയില്ല, വിശപ്പ് മാറുകയും ഇല്ല. നിവൃത്തിയില്ലാതെ വിശപ്പിന്റെ കാഠിന്യം കാരണം ആ പഴം വാങ്ങിയങ്ങ് തിന്നാൽ അത് ചങ്കിൽ തറച്ചു, പുറത്തേക്കും വരുന്നില്ല, അകത്തേക്കും ഇറങ്ങുന്നില്ല. പിന്നീടതാ അവര് വെള്ളത്തിനു വേണ്ടി യാചിക്കുന്നു, ഇതൊന്ന് ചങ്കിൽ നിന്ന് ഇറങ്ങിക്കിട്ടാൻ വെള്ളം തരുമോ? ആ സമയത്ത് അവർക്ക് കൊടുക്കുന്നത് ഇരുമ്പിന്റെ അയിരുപോലെ ഉരുകിയ ഒരു തരത്തിലുള്ള ചീഞ്ചലമാണ്, മാവുൽ ഹമീമാണ്. അതൊരു പാത്രത്തിലാക്കി അങ്ങ് കൊടുത്താൽ ആർത്തിയോടെ കുടിക്കാൻ വേണ്ടി ചുണ്ടോടടുപ്പിക്കുന്ന സമയത്ത് ആ കോപ്പയിൽ നിന്ന് നൊരഞ്ഞു പൊന്തുന്ന ആവി തട്ടിയാൽ
മുഖത്തുള്ള ചർമ്മങ്ങളും മാംസങ്ങളുമൊക്കെ അതാ ഒരു ഉറകത്തിച്ച പരുവത്തിൽ അതേ കോപ്പയിലേക്ക് ഇറ്റീറ്റ് വീഴുന്നു. എന്നിട്ടും ദാഹം കാഠിന്യമായ കാരണം കൊണ്ട് നരകവാസി അതിനെ ആർത്തിയോടെ അതാ വിശന്ന് വലഞ്ഞ ദാഹിച്ചു പൊരിഞ്ഞ ഒട്ടകം കുടിക്കുന്നത് പോലെ ആ വെള്ളമങ്ങ് മോന്തി കുടിക്കുമ്പോൾ അവരെ വയറ്റിലേക്ക് കടന്നു ചെന്നാൽ ആന്തരിക അവയവങ്ങൾ മുഴുവനും മുരുകി പിന്തോരം വഴി ഒലിച്ചിറങ്ങിപ്പോകുമെന്ന് ബയ്യനല്ലാഹു ഫീ ഖുർആനിഹിൽ കരീം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചതാണ്. അത്ര ഭീകരമായ അദാബുള്ള നരകത്തിലാണ് തോൽവി സംഭവിക്കുന്നവർക്ക് പോകാനുള്ളത്. അതുകൊണ്ട് ദുനിയാവിലെ വിജയമല്ല, ദുനിയാവിലെ പരാജയമല്ല, ആഖിറത്തിലെ വിജയമാണ് പരാജയമാണ് ഏറ്റവും പ്രധാനമെന്ന് ചിന്തിച്ച് അവിടെ വിജയിക്കാൻ ആവശ്യമായ ഏറ്റവും നല്ല പരിശീലനം നൽകി സ്വർഗാവകാശികളെ റിക്രൂട്ട് ചെയ്യാൻ അല്ലാഹു നിശ്ചയിച്ചൊരു മാസം വരുമ്പോ അതിനെ ആദരവോടെ കാണാതെ, അതിനെ ബഹുമാനത്തോടെ നിരീക്ഷിക്കാതെ, അതിനുവേണ്ടി ഒരു മുന്നൊരുക്കവും നടത്താതെ യാദൃശ്ചികമായി ഒരു മാസത്തെ കണ്ടുമുട്ടുന്നത് പോലെ റമളാനിലേക്ക് നമ്മൾ കടക്കരുത്. ഇതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ശവ്വാൽ പിറന്നാൽ തന്നെ അല്ലാഹ് സ്വർഗ്ഗം അലങ്കരിക്കുകയാണ് അടുത്ത റമളാനിനെ സ്വാഗതം ചെയ്യാൻ. റജബ് പിറന്നാൽ തന്നെ റമളാനിന് വേണ്ടി മുത്തുനബി പ്രാർത്ഥിക്കുകയാണ്. ശഅബാൻ 15 ആയാൽ നോമ്പ് നോൽക്കൽ ശീലമില്ലാത്തവരോട് സുന്നത്ത് നോമ്പെടുക്കാതെ റമളാനിന് വേണ്ടി ശാരീരികവും മാനസികവുമായി ഒരുങ്ങാൻ പറയുകയാണ്. ആ ഒരു മുന്നൊരുക്കം നടത്തിയവരായി നമ്മളൊക്കെ തയ്യാറെടുക്കുക. നമുക്ക് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്ന സമയത്ത് പുണ്യങ്ങൾ വർദ്ധിച്ച് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് നമുക്ക് സ്വർഗം നേടുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാകട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളെ ഈ സദസ്സു നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ മജ്ലിസിന് നേതൃത്വം നൽകുന്ന സയ്യിദ് അവറുകളുടെ ബറക്കത്ത് കൊണ്ട് അവരെ ഉപ്പാപ്പമാർ